റേപ്പ് എന്ന് പറയുന്ന ഒരു സീരിയസ് ആ ഒരു ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് നിന്ന് ഒഴിച്ചാൽ താഴോട്ട് ഇറങ്ങി വന്നാൽ ഞാൻ ചോദിച്ചോട്ടെ അനു, കേരളത്തിൽ ഒരു സെക്ഷൽ ട്രോമ ഇല്ലാത്ത അല്ലെങ്കിൽ എത്ര സ്ത്രീകളുണ്ട്? ശരിയാണ്. ഒരു ബസ്സിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ നിന്നെങ്കിലും ഒരു വട്ടമെങ്കിലും ഒരു സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ഒരു ടീസിങ് അല്ലെങ്കിൽ ഒരു നോട്ടം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതിൻ്റെ ഒരു ഹയർ ഡിഗ്രിയാണ് നമ്മൾ ഈ പറയുന്ന റേപ്പ്. അപ്പോൾ നമ്മൾ ചെറിയത് പോലും ഓവർകം ചെയ്യാൻ പറ്റാത്ത എത്രയോ കേസസ് നമ്മളുടെ അടുത്ത് വരുന്നു. ഇത് പിന്നെ നമ്മളുടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഇതിനകത്ത് മാറ്റേഴ്സാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം സഹിക്കാൻ പറ്റും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഇതിനകത്ത് മാറ്ററാണ്. ഇപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ചെറിയ ടീസിങ് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി അത് മാത്രമല്ല, ചിലരെ സംബന്ധിച്ച് ഇപ്പോൾ സ്വന്തക്കാരിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡൊമസ്റ്റിക് സർക്കിളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അബ്യൂസുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. കേരളത്തിലെ സ്റ്റഡി പറയുന്നത് അത് തന്നെയാണ്, ഡൊമസ്റ്റിക് സർക്കിൾ. ഡൊമസ്റ്റിക് സർക്കിൾ ശരിയാണ്. നമ്മൾ കുടുംബത്തിനുള്ളിലാണ് നമ്മൾ കുട്ടികൾ പലപ്പോഴും, ഞാൻ പൂർണിമ ഇന്ദ്രജിത്തിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പൂർണിമ പറഞ്ഞാണ്, കുട്ടികളെ ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും കുടുംബത്തിനുള്ളിലാണ്, പുറത്തല്ല. അപ്പം ഈ കുടുംബത്തിനുള്ളിൽ ഈ പരിഹസിക്കപ്പെടലും മാത്രമല്ല റേപ്പ് ചെയ്യപ്പെടുമ്പോൾ തന്നെ ഈ മാറ്റി നിർത്തുന്ന അവസ്ഥയെല്ലാം കുടുംബത്തിനുള്ളിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം ഈ കുടുംബത്തിനുള്ളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? കാരണം നമ്മളെ ചേർത്ത് പിടിക്കേണ്ടവരാണല്ലോ നമ്മൾ അകറ്റി നിർത്തുന്നത്. അപ്പം അത്തരം സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? അതിനുള്ളൊരു സിസ്റ്റവും നമ്മളുടെ നാട്ടിൽ ഡെവലപ്പ് ആയിട്ടില്ല. ആകെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഇന്ന് ചൈൽഡ് ലൈനെയാണ്. അതുപോലും നമ്മൾ ഈ അടുത്തിടെ കണ്ട ഒരു കേസാണ്. ഒരു 5ാം ക്ലാസ്സിലെ കുഞ്ഞിൻ്റെ ആത്മഗതം അച്ഛൻ അവളോട് ചെയ്ത, രണ്ടാനച്ഛനാണെന്ന് തോന്നുന്നു കേസ്, ഞാനിപ്പോൾ വ്യക്തമായി ഓർക്കുന്നില്ല. കുട്ടി എഴുതിയും അവസാനം അത് സ്കൂൾ കൗൺസിലർ മനസ്സിലാക്കിയതിന് ശേഷം ചൈൽഡ് ലൈനെ കേസ് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അവളുടെ നോട്ട്ബുക്കിലാണ് അവൾ എഴുതി വെച്ചത്, എന്നെ ഇനി അങ്ങനെ തല്ലല്ലേ, എന്നെ ഇനി ഇങ്ങനെ ചെയ്യരുതേ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണല്ലോ എനിക്ക് വേദനിക്കുന്നത് എന്നുള്ള രീതിയിൽ. അതെനിക്കൊന്ന് വീട്ടിലെ ഫ്രിഡ്ജിനോടോ മറ്റോ സംസാരിക്കുന്ന ഒരു രീതിയിലായിരുന്നു കുഞ്ഞിൻ്റെ കോൺവെർസേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സിസ്റ്റം നമ്മളുടെ സ്റ്റേറ്റ് ഇന്ന് ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. പണ്ടെന്ന് പറയുമ്പം നമ്മളുടെ ഫാമിലി കുറച്ചുകൂടെ സെക്യൂർ ആയിരുന്നു. എല്ലാം എന്താ പറയുന്നത്, ഇപ്പം ഒരു സെക്കൻഡ് മാരേജ് അല്ലെങ്കിൽ ഒരു അമ്മയുടെ കാമുകൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് വേറെ ഉള്ള അങ്ങനത്തുള്ള ഇൻവോൾവ്മെൻറ്റുകൾ കുറവായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൻ്റെയും റീമാരേജുകളുടെയും ഡിവോഴ്സുകളുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ സ്റ്റേറ്റ് കുറച്ചുകൂടി ഇതിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, സിറ്റിസൺ എന്നുള്ള രീതിയിൽ. ഇപ്പം വെസ്റ്റേൺ വേൾഡിൽ അവിടെ ഓരോ കുട്ടികൾക്കും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അവർ കൃത്യമായി കുഞ്ഞിൻ്റെ സോഷ്യൽ, ഇമോഷണൽ, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് അവർക്കൊരു മന്ത്ലി ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി ചെക്കപ്പ്, ആനുവലി ചെക്കപ്പ് എല്ലാം ഉണ്ട്. സ്കൂളിൽ കൗൺസിലേഴ്സ് ഉണ്ട്, മെൻ്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ നീഡുള്ളവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഇന്ന് ഡെവലപ്പ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ വീടിനകത്തുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പുറത്ത് അറിയുകയും. ഇപ്പോൾ വെസ്റ്റേണിലൊക്കെ പോയിട്ടുള്ള നമ്മുടെ മലയാളി പേരൻസ് ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ്. അവർക്ക് കിട്ടിയ പേരൻറ്റിങ്ങിനനുസരിച്ച് കുട്ടിയോട് ത്രോപ്പ് നടത്താൻ പറ്റത്തില്ല, അവർക്ക് കിട്ടിയ പേരൻറ്റിങ്ങിനനുസരിച്ച് കുട്ടിയെ അടിക്കാൻ പറ്റത്തില്ല. കുട്ടിയെ ഒന്ന് ജസ്റ്റ് ഉറക്കെ വിളിച്ച് വടി ഇങ്ങനെ കാണിച്ചതിന് അമ്മയുടെ ജോലി 5 വർഷം പോയ കേസ് എനിക്കുണ്ട്.